മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മൂവാറ്റുപുഴ RDO മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിയത്. BJP പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തിയത്. മൂവാറ്റുപുഴയിലെ NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മൂവാറ്റുപുഴ RDO പ്രേംജി C മുൻപാകെയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. NDA മുന്നണിയിലെ 2020 സ്ഥാനാർത്ഥിയായ സണ്ണി കടുത്താഴെ പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിയത്. NDA നേതാക്കളായ PP സജീവ്, T ചന്ദ്രൻ, അഡ്വക്കേറ്റ് ചാൾസ് പോൾ, ഹിസ്റ്റി എന്നിവർക്കൊപ്പമാണ് സണ്ണി കടുത്താഴെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള പദ്ധതികളും വികസനങ്ങളും മൂവാറ്റുപുഴയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമെന്ന് സണ്ണി കടുത്താഴെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനു ശേഷം പ്രതികരിച്ചു. ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വികസനം ഉണ്ടാകണമെന്ന ജനങ്ങളുടെ ആഗ്രഹം കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ ചിന്തകൾക്കപ്പുറം ഇവിടെ വികസനം വേണം. നമുക്കറിയാം, ഇവിടെ ഇലക്ഷൻ സമയത്ത് മാത്രം ഉയർന്നു വരുന്ന ചില ബൈപ്പാസുകളുണ്ട്. ഇതൊന്നും നടപ്പാകുന്നില്ല. അപ്പൊ മൂവാറ്റുപുഴയുടെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഒരു ട്രാഫിക് ജാം എന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കുവാനും ഇവിടെ സമഗ്രമായ ഒരു വികസനം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് പ്രത്യേകിച്ച് നിഷ്പക്ഷരായ കക്ഷി രാഷ്ട്രീയത്തിന് അടിമകളല്ലാത്ത ജനങ്ങളുടെ വലിയ സഹകരണം, പിന്തുണയും പ്രചരണത്തിലും ഈ കാര്യങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട്. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.